ഇത് ബട്ടർഫ്ലൈ പ്ലാന്റാണ്. ഇത് പോയി എന്ന് വിചാരിച്ചതാണ്, കരിഞ്ഞെന്ന് വിചാരിച്ചത്. പക്ഷേ അതിൻ്റെ കിഴങ്ങ് കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഇച്ചിരി വെള്ളമൊക്കെ ആയി തുടങ്ങി. വെള്ളത്തിൻ്റെ പ്രശ്നം തന്നെ ആയിരുന്നു. അപ്പം വെള്ളം ഒഴിച്ചപ്പോഴത്തേക്കും അതിൻ്റെ കിഴങ്ങ് കിടന്ന് കിളിച്ചതാണ്. അപ്പോൾ പഴയതിനേക്കാളും ഭംഗിയായി വരുന്നു നോക്കിയപ്പോൾ. അത് കണ്ടപ്പോൾ തന്നെ ഒരു ഭയങ്കര സന്തോഷം. പിന്നെ ചെമ്പരത്തിയൊക്കെ കുറേയൊക്കെ അങ്ങ് വെട്ടി ഒതുക്കി. കാരണം ഇനി വെള്ളത്തിൻ്റെ പ്രശ്നമില്ലല്ലോ, വെള്ളമായി. ജപ്പാൻ വെള്ളം വന്നതുകൂടി വെള്ളമായി. അപ്പോൾ ഇനി ഇവരെ പഴയതിനേക്കാളും ഉഷാറാക്കി എടുക്കണം. ഒത്തിരി ചെടികളൊക്കെ കരിഞ്ഞു തുടങ്ങിയതാണ്. പക്ഷേ എന്തോ അവരൊക്കെ തിരിച്ച് വരുന്നുണ്ട്, കുഴപ്പമില്ല. ചെറുതായിട്ടൊക്കെ കിളിച്ച് തുടങ്ങിയിട്ടുണ്ട്. പൂക്കൾ കാണുമ്പോൾ തന്നെ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമാണ്. ഈ പോയി എന്ന് വിചാരിച്ചതും അതിൻ്റെ കിഴങ്ങൊക്കെ ഉള്ളതും അല്ലെങ്കിൽ അരി വീണതും ഒക്കെ കിളുത്ത് തുടങ്ങിയിട്ടുണ്ട്. പഴയതിനേക്കാളും അടിപൊളിയാക്കണം. ചെടികൾ നടാതിരിക്കുമായിരുന്നു, ഉള്ളത് തന്നെ പോകുന്നത് കണ്ടിട്ട് വിഷമത്തിലായിരുന്നു. ഇനിയിപ്പം പഴയതിനേക്കാളും നന്നായിട്ട് നടണമെന്ന് ആഗ്രഹിക്കുന്നു. 2-3 മാസമായിട്ട് ആകെ വിഷമമായിരുന്നു ഇതൊന്നും എന്നൊരു തോന്നലായിരുന്നു. കാരണം നമ്മൾ നട്ട് വളർത്തി വലുതായി വരുന്ന സാധനം നമ്മുടെ മുന്നിൽ വെച്ച് തന്നെ കരിയുമ്പോഴേ നമുക്ക് ഒരു പരിധിയില്ലേ, വെള്ളമില്ലാത്ത സമയത്ത് എല്ലാവർക്കും ഇച്ചിരിയെങ്കിലും എത്തിക്കുന്നതിനൊക്കെ ഒരു പരിധിയില്ലേ. നമ്മുടെ ആവശ്യങ്ങൾ കഴിഞ്ഞിട്ടല്ലേ നമുക്ക് ചെടിക്ക് നോക്കാനും പറ്റത്തുള്ളൂ. അപ്പോഴേ ഇനി എന്തെങ്കിലും ചെടി നടൽ നിർത്തിയെന്ന് വിചാരിച്ചതാണ്. കുറേയൊക്കെ കരിഞ്ഞു, എന്നാലും കുഴപ്പമില്ല. ഈ കരിഞ്ഞ സംഭവങ്ങളൊക്കെ ഈ അരി വീണൊക്കെ കിളിക്കുമെന്ന് ഉറപ്പുള്ള സാധനങ്ങളാണ്. അല്ലാത്തതിനൊക്കെ നമ്മൾ വെള്ളം ഒഴിച്ച് ഇതാക്കി വെച്ചിട്ടുണ്ട്. ഈ പൂക്കളൊക്കെ നല്ല രസം. ഇതൊക്കെ വെയിലുള്ളപ്പോഴാണെന്ന് തോന്നുന്നു ഇതൊക്കെ ഒരുപാട് പിടിക്കുന്നത്. ബോഗൻവില്ലയുടെ ആ ഒരു ഇതാണെന്ന് തോന്നുന്നു. ബോഗൻവില്ലാസൊക്കെ ഒത്തിരി പൊടിച്ച് നിൽപ്പുണ്ട്. അതിൻ്റെ വീഡിയോ എടുത്തില്ല ഞാൻ.